വാലന്റൈൻസ് ഡേക്ക് ആർക്കാണ് ആദ്യമായിട്ട് പൂ എന്തെങ്കിലും കൊടുത്തത്? അങ്ങനെ ഒരു ഓർമ്മയുണ്ടോ? ഇല്ല, ആർക്കും കൊടുത്തിട്ടില്ല. ഇല്ല. ടീച്ചേഴ്സ് ഡേക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ടീച്ചർമാർ നമ്മള് ക്ലാസ്സിൽ എല്ലാവരും ക്രിസ്മസിന് കൊടുക്കൂലേ മറ്റേ ഗിഫ്റ്റ്? പൂവല്ലല്ലോ, പൂ കൊടുക്കില്ലല്ലോ. അമ്മയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അമ്മയുടെ ടീച്ചേഴ്സ് ഡേക്ക് സത്യമായിട്ട് വാലന്റൈൻസ് ആർക്കും ഞാൻ എല്ലാവരോടും പറയാനുള്ള പോലെ എനിക്കോട് പറയുന്നു, ഇതൊക്കെ സത്യമാണ്, അല്ലാതെ ഒരു വിനയോ അല്ലാതെ അല്ല, ഒളിപ്പിച്ചേക്കലൊന്നുമല്ല. ഉണ്ടെങ്കിൽ അവൻ അഭിമാനത്തോടെ പറഞ്ഞു, അഭിമാനത്തോടുകൂടി പറഞ്ഞാണ്. നിങ്ങളുടെ ഒരു അങ്ങനെ എന്തെങ്കിലും പരിപാടി, ഒരു പ്രസ് മീറ്റ് വിളിക്കാൻ അല്ല, കാരണം എല്ലാ ചാനലിലും ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഇങ്ങനത്തെ സാധനം വരും. ഞാൻ പറയില്ല, എല്ലാരും ഒരുമിച്ച് പ്രസ് മീറ്റ്. അപ്പൊ ഇതിന്റെ സക്സസോടുകൂടി അതും നടക്കട്ടെ, പ്രസ് മീറ്റിൽ അത് പറയാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. എല്ലാരും എപ്പോഴും നടക്കുന്നില്ല എന്നിട്ടും അല്ലേ, വൈകാതെ നടക്കും. അതെ, ഉറപ്പിച്ചു സമയമാകുമ്പോ നടക്കും. അതത്രേ ഉള്ളൂ. നടന്നില്ലെങ്കിലും അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഈ നിങ്ങളുടെ ഗ്യാങ്ങില് മൂന്നാമത്തെ സിനിമയാണല്ലോ, അവരുടെ കൂടെ മൂന്നാമത്തെ സിനിമ. അങ്ങനെ ഗ്യാങ് ഒന്നും മൂന്നാമത്തെ സിനിമയിലും എത്തിയിരിക്കുകയാണ്. അതൊരു ഭാഗ്യമാണല്ലേ? അതെ അതെ, ഡെഫിനറ്റ്ലി അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ ഇപ്പൊ ADJ എനിക്ക് തോന്നണം എന്നെ വെച്ച് ഞാൻ പുള്ളി ചെയ്യുന്ന സിനിമയിൽ ഞാൻ ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചൊന്നുമല്ല. അങ്ങനെ 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 ഒരു കഥയും ഉണ്ടാക്കിയതല്ല. പുള്ളിക്ക് തോന്നിയൊരു തോട്ട് എൻ്റെ അടുത്ത് ഷെയർ ചെയ്തു, അതിന്റെ പാട്ടാവും, അങ്ങനെ നടന്നു പോകുന്ന. അല്ലാണ്ട് എല്ലാ സിനിമയിലും മാത്യു വേണം എന്നോ അങ്ങനത്തെ വാശിയോ പരിപാടികളൊന്നുമില്ല. പക്ഷെ അങ്ങനെ പരിചയമുള്ളവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു കംഫർട്ട് ഉണ്ട്. ഇപ്പൊ എനിക്ക് സാധാരണ നമ്മളൊരു സെറ്റ് പോയാൽ നമ്മളൊന്ന് ഒരു എന്താ പറയാ, നമ്മളൊരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. പക്ഷെ ഇതെനിക്കിപ്പോ വീട്ടിൽ നടക്കുന്ന പോലെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, എന്ത് അലമ്പ് കാണിക്കാം. എനിക്ക് അങ്ങനത്തെ ഒരു ഫ്രീഡം ഉള്ളൊരു സെറ്റായിരുന്നു. അതൊക്കെ ഭയങ്കര രസം. നമ്മൾ ഭയങ്കര ഈസിയാണ്. വേറെ തോട്ടുകളൊന്നുമില്ല. പെർഫോം ചെയ്യുമ്പോഴൊന്നും വേറെ എന്താ പറയുന്നത്, നമ്മളതിനെ ഇൻഹിബിഷൻ ഒന്നുമില്ല, ഒരു ഇൻഹിബിഷനും ഇല്ല. അപ്പൊ ADJ അടുത്താണെങ്കിൽ പോലും നേരെ പോയി ചോദിക്കാം, ഇത് ഇങ്ങനെ ചെയ്തോട്ടെ ADJ. അപ്പൊ ADJ പറയും വേണ്ട, എന്നാ വേണ്ട എന്ന് പറയും. അപ്പൊ അത് അങ്ങനത്തെ ഒക്കെ ഫ്രീഡം ഭയങ്കര അടിപൊളിയാണ്. അടിപൊളി. അച്ഛൻ പറഞ്ഞ മമ്മൂക്കാട് കൂടെ അഭിനയിക്കുന്നു, ഈ പറയുന്ന ഇവരൊക്കെ ആയിട്ട് കൂടി അഭിനയിക്കുന്നു. പലതും പല രീതിക്കാണല്ലോ. അല്ല അല്ല, ഞാൻ ആക്ച്വലിലേക്ക് വന്ന ചോദ്യത്തിലേക്ക് കൂടെ പോവാം. നമുക്ക് വെറുതെ ഇങ്ങോട്ട് വിടാല്ലേ ഇങ്ങനെ? അല്ല, ഞാൻ പറഞ്ഞ അല്ല, മമ്മൂക്കാട് കൂടെ അഭിനയിക്കും, പിന്നെ ഇവരുമായിട്ട് കൂടുന്നു. ആ കൂട്ടങ്ങളും പല വ്യത്യാസമാണ്, ഓരോ ആളുകളും വ്യത്യാസമാണ്. നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന കുറെ ആളുകളുണ്ടാവും. ലൊക്കേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആളുകൾ കുറെ പേരുണ്ടാവും. ഇങ്ങനെ ഈ ഗ്യാങ്ങിലൊക്കെ ഒരേ വയസ്സും പ്രായമുള്ള ഗ്യാങ്ങിൽ വരുമ്പോൾ എങ്ങനെയാണ് ആ വൈബ് ഉണ്ടാവുന്നത്? ആദ്യം ഇവരിപ്പോൾ ഓൾറെഡി എല്ലാവർക്കും പരിചയമുള്ള ആൾക്കാരായിരുന്നു. ലൊക്കേഷനിൽ വരുമ്പോൾ എനിക്ക് എല്ലാവരുമായിട്ട് പരിചയപ്പെട്ട് ഒന്ന് മിങ്കിളെ വരാൻ കുറച്ച് സമയം എടുത്തായിരുന്നു. പക്ഷെ മിങ്കിളതിന് ശേഷം പിന്നെ ഞാൻ പറഞ്ഞ പോലത്തെ അവസ്ഥ തന്നെയായിരുന്നു. എന്തും ADJ ഒരു ദിവസം പറഞ്ഞു, എന്ത് നീ ഇതല്ല എന്ന് പറഞ്ഞാൽ, ഞാൻ ഇങ്ങനെയാണ്, മറ്റേതാണ് ഞാൻ ഇങ്ങനെയാണ്, നീ ഇങ്ങനെയല്ല, നീ ഫേക്ക് ചെയ്യണേ. ഞാൻ ഫേക്ക് ചെയ്യണല്ലേ ADJ, നീ ഇതല്ല എന്നാൽ പോയി. പിന്നെ ക്യാരനൊക്കെ തുറന്ന് ഞാൻ ഏറ്റെടുത്ത് പരിപാടി. ഇനി ഇപ്പം സംസാരിച്ചില്ലെങ്കിൽ ഇനി സംഭവം സെറ്റാവില്ലെന്ന് വെച്ചിട്ട് ഗെയിം കളിയൊക്കെ തുടങ്ങി, ഷെഡ്യൂളായി. പിന്നെ അറിയാണ്ടോ എല്ലാവരും നല്ല സിങ്കായി തുടങ്ങി. കാരണം ഒരു 10 ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് പറ്റിയ ആൾക്കാരായിട്ട് സിങ്കാവും, പറ്റാത്ത ആൾക്കാരായിട്ട് പതുക്കെ അവോയ്ഡ് ചെയ്ത് നമ്മൾ തന്നെ പോകുന്നുണ്ടോണെങ്കിൽ. പക്ഷെ ഇതെല്ലാം ഓക്കെ ആയിരുന്നു, നമുക്ക് സെറ്റായിരുന്നു, എല്ലാവരോടും മിങ്കിളായി. പിന്നെ എന്നെ ADJ കാണുമ്പോൾ ഞാൻ വേറെ ഒരാളാണ്, ശരിക്കുള്ള ഞാനാണ്. അപ്പോൾ ADJ ഞാൻ പറഞ്ഞു, ADJ ഇപ്പം ഞാൻ ഓക്കെ അല്ലേ? അപ്പോൾ അതാണ്, കുറച്ച് സമയം എടുക്കും. ഒറ്റയടിക്ക് എനിക്ക് ചാടി കയറി സംസാരിച്ചാൽ അവിടെ ചിലപ്പോൾ എൻ്റെ ഇഷ്ടങ്ങളായിരിക്കില്ലല്ലോ മറ്റുള്ള. അപ്പോൾ അത് ഒരു സ്പേസ് ആദ്യമേ ഉണ്ടാക്കണേക്കാട്ട് മുമ്പ് നമുക്ക് പറ്റിയ ആളാണെന്ന് അറിയണം, കാര്യങ്ങളൊക്കെ സംസാരിക്കണം, ഓപ്പൺ അപ്പ് ചെയ്യണം. പിന്നെ അത് വർക്കാവെങ്കിൽ കൂടെ ഒരു കൂട്ടുകാരനായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ പരിചയമുള്ളവരെ പോലെ ഹായ് ബൈ പറഞ്ഞു പോവാം. അത് ആ ഒരു തീരുമാനം. അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ പണി കിട്ടി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അല്ലാണ്ട് ഒറ്റയടിക്ക് നമുക്ക് ഇങ്ങനെ താത്വികമായിട്ട് ചിന്തിച്ചൊന്നും പോയി സംസാരിക്കാൻ അത്രയും ബുദ്ധിയൊന്നും ഇല്ല എനിക്ക്. കുറെ പണി കിട്ടി, കുറെ നല്ല കൂട്ടുകാരില്ലാതായപ്പോഴൊക്കെയാണ് ശേഷം പതുക്കെ നമ്മൾ ആൾക്കാരെ കാണുമ്പോൾ ഒരു സ്പേസും പരിപാടിയൊക്കെ ആയിട്ട് സംസാരിച്ച് പിന്നെ നമുക്ക് പറ്റില്ലെങ്കിൽ നമുക്ക് കൂടെ നിൽക്കാനും കൂടെ നിർത്താനും പറ്റൂല.
ഇതിപ്പോ അടിപൊളിയായിരുന്നു, പീസ്ഫുൾ ആയിരുന്നു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.